ഡൽഹിയിൽ കുടിയേറിയ റോഹിംഗ്യകളെയും ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയും നാടുകടത്താൻ തീരുമാനമായി. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കുടിയേറ്റക്കാരോട് കർശന നടപടി തന്നെയാണ് സ്വീകരിക്കുന്നത്. ഡൽഹിയിൽ കുടിയേറിയ റോഹിംഗ്യകളെയും ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയും നാടുകടത്താനുള്ള തീരുമാനമാണ് നിലവിൽ ഡൽഹി മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. അതിനായി രേഖ ഗുപ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ചയും നടത്തി. അതിൽ ധാരണയായതാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ. രോഹിണി, ഈ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഡൽഹി പോലീസ് ബംഗ്ലാദേശികൾ താമസിക്കുന്നിടത്തും അതോടൊപ്പം തന്നെ റോഹിംഗ്യകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. നിരവധി പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില ഏജൻസികൾ മുഖേനയാണ് ഇവർ വ്യാജ ആധാർ കാർഡും അതോടൊപ്പം തന്നെ വോട്ടർ ID കാർഡും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഒപ്പം ഇവിടെ താമസിക്കുമ്പോഴുള്ള അഡ്രസ്സുകൾ രൂപീകരിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ചില ഏജൻസികൾ ഈ ബംഗ്ലാദേശികൾക്കായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഡൽഹി പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. അതിൽ നിരവധി പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തു. ഇതുകൂടാതെ ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി അസം, പശ്ചിമ ബംഗാൾ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് പിന്നീട് ഡൽഹിയിലേക്ക് എത്തി ഇവിടെ കഴിയുന്ന മുഴുവൻ ബംഗ്ലാദേശികളെയും അതോടൊപ്പം തന്നെ റോഹിംഗ്യക്കാരെയും ഉടനടി തന്നെ തിരിച്ച് ഇവിടെ നിന്നും അവരുടെ സ്ഥലങ്ങളിലേക്ക് അയക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും എത്തിയത്. നേരത്തെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യതലസ്ഥാനത്ത് റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും താമസിപ്പിക്കുന്നതിനോട് അനുകൂലമായ നിലപാട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡൽഹിയിൽ അധികാരത്തിലിരുന്ന ആം ആദ്മി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ റോഹിംഗ്യകൾ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ തുടങ്ങിയവർക്ക് വലിയ പിന്തുണ നൽകിയിരുന്നു. അത് വോട്ട് ബാങ്കിന് വേണ്ടിയാണ് അത്തരം പിന്തുണ ആം ആദ്മി സർക്കാർ പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ നൽകിയത് എന്ന വിമർശനം ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ BJP ഉയർത്തിയതാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് അധികാരത്തിലെത്തുകയാണെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ തിരികെ അയക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാഗ്ദാനം. അതിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ രാജ്യതലസ്ഥാനത്ത് ആഭ്യന്തര സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് നടപ്പിലാക്കാനാണ് BJP സർക്കാരുകൾ, കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.